നമസ്കാരം. അമ്മൻ അരുൾ ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു രസകരമായിട്ടുള്ള ഒരു സംഭവം, രസകരം എന്ന് പറയാൻ പറ്റില്ല, നടന്നൊരു സംഭവം, അത് എല്ലാവരോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ്. ജ്യോതിഷം എന്ന് പറയുമ്പോഴേക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവർക്കും ഒരു പുച്ഛമായിട്ടുള്ള ഒരു സംഗതിയാണ് ജ്യോതിഷം. പക്ഷേ ജ്യോതിഷം എന്ന് പറയുന്ന ഒരു വിഷയം എത്രത്തോളം സത്യമുണ്ടെന്ന് അത് അനുഭവിച്ചവർക്ക് മാത്രമേ പറയാൻ പറ്റുന്നൊരു കാര്യം. സംഗതി ഇതാണ്. എറണാകുളത്ത് നിന്നൊരു സുഹൃത്ത് ഇന്നലെ വിളിച്ചു. ഐ ടി മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു കക്ഷിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രൊമോഷൻ സാധ്യതകൾ നഷ്ടപ്പെട്ടു പോകുന്നു കുറേ കാലം കൊണ്ട്. അവരുടെ ഐ ടി മേഖലയിൽ പെർഫോമൻസ് അടിസ്ഥാനത്തിലാണ് അവർക്കെല്ലാം ഈ പ്രൊമോഷൻസ് കിട്ടുന്നത്. കുറേ നാളായിട്ട് അദ്ദേഹം എല്ലാ ഫൈനൽ ലിസ്റ്റിലും വരും, പക്ഷേ ലാസ്റ്റ് സമയമാകുമ്പോഴേക്കും റിജക്റ്റ് ചെയ്യപ്പെട്ടു പോകുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഇദ്ദേഹത്തെ നേരത്തെ പരിചയമില്ല. അപ്പോൾ ഞാൻ ചോദിച്ചത് എവിടെ നിന്ന് കിട്ടി, എൻ്റെ നമ്പർ എവിടെ നിന്ന് കിട്ടി, ഒരു സുഹൃത്ത് കൊടുത്തതാണ്. ഇങ്ങനെ സ്ഥലത്ത് ഒരാളുണ്ട്, രണ്ടമ്മമാരുടെ സാന്നിധ്യത്തിൽ കാര്യങ്ങൾ വിശദമായിട്ട് നോക്കി പറയുന്ന ഒരു വ്യക്തിയാണ്, ഒന്ന് വിളിച്ച് നോക്ക് എന്ന് പറഞ്ഞിട്ട് വിളിച്ചതാണെന്ന് പറയും. ഞാൻ പറഞ്ഞു ശരി, നമുക്ക് നോക്കാം, വിശദമായിട്ട് നോക്കാം. ഞാൻ പറഞ്ഞു ഇന്ന് രാവിലെ നിങ്ങൾ വിളക്കൊക്കെ കത്തിച്ചിട്ട് വിളിക്കാൻ പറഞ്ഞു വീട്ടിൽ. അങ്ങനെ ഒരു വിളക്കൊക്കെ കത്തിച്ചിട്ട് ഇന്നൊരു 10 മണിയോടുകൂടി വിളിച്ച് നമ്മൾ അമ്മയുടെ സാന്നിധ്യത്തിൽ അവർക്ക് അവരുടെ ഒരു രാശി എടുത്തു വെച്ച് നോക്കിയപ്പം ഒരു സ്ത്രീയാണ് അവരുടെ പ്രൊമോഷനുകളെല്ലാം തടയുന്നതെന്ന് മനസ്സിലായി. ഞാനത് അവരുടെ അടുത്ത് പറഞ്ഞു, പ്രൊമോഷൻ ഇങ്ങനെ ഒരു സ്ത്രീയാണ് കാണുന്നത്, ചില ലക്ഷണങ്ങളും കൂടെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവർ പറയുന്നത് ഇല്ല സ്വാമി, അങ്ങനെ ഒരാൾ ഇല്ല, അങ്ങനെ തടയാനൊന്നും പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. കാരണം ഈ പ്രൊജക്റ്റുകളെല്ലാം ഇവർ തന്നെയാണ് ചെയ്യുന്നത്, ഫൈനൽ റിപ്പോർട്ടൊക്കെ ഇവർ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാധ്യത ഒരിക്കലും വരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാധ്യത വരുന്നില്ല, ഇങ്ങനെ ഒരു ലക്ഷണം കാണിച്ചപ്പോഴേക്കും നമുക്കൊരു വിശദമായിട്ട് നോക്കിയില്ലേ പറ്റും. അങ്ങനെ വീണ്ടും നല്ല വിശദമായിട്ട് തന്നെ രാശി എടുത്ത് നോക്കിയപ്പം ലക്ഷണങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു. നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന ഇന്ന രൂപത്തിലുള്ള, ഇന്ന വസ്ത്രധാരണയായ, ഇന്ന സ്വഭാവമുള്ള, ഇന്ന നിറത്തിലുള്ള എന്ന് കൃത്യമായി പറഞ്ഞു കൊടുത്തപ്പോൾ അവർക്ക് ആളപ്പെടുത്താൻ കിട്ടി. അപ്പോൾ അവരിങ്ങനെ പല കാര്യങ്ങളും എൻ്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ അവർ സംസാരിച്ചു. അവരുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതാണ്, ഇവർ ലീവ് ആവുന്ന സമയത്തൊക്കെ ഇവരുടെ വർക്കിനെ സഹായിക്കുന്നവരാണ്, എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിന്ന് അത്ര മനസ്സിന് അടുപ്പമുള്ള 2 സുഹൃത്തുക്കൾ. ഈ സുഹൃത്താണ് ഇവർക്ക് വേണ്ടിയിട്ടുള്ള എതിരായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ലാസ്റ്റ് സമയമാകും, ആ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ട സമയമാകുമ്പോഴേക്കും ഇവരുടെ പാസ്വേഡിൽ അത് ലോഗിൻ ചെയ്ത് കയറിയിട്ട് എന്തെങ്കിലും ഒരു ഗുനിഷ്ഠ റിപ്പോർട്ടിൽ ഉണ്ടാക്കി വയ്ക്കും. അത് കൃത്യമായിട്ട് സിസ്റ്റം പിടിക്കും, ഈ പേര് ഓട്ടോമാറ്റിക്കലി റിജക്റ്റ് ആവും. അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം എത്ര വലിയ സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞിരുന്നാലും, എത്രയൊക്കെ അടുപ്പമുണ്ടെന്ന് പറഞ്ഞിരുന്നാലും, എവിടെയോ എന്തൊക്കെയോ ഒരു തകരാറുകളുള്ള കുറേ കൂട്ടുകാർ നമുക്കുണ്ടാവും. എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല, പക്ഷെ ചില ആളുകൾ അങ്ങനെയാണ്. അതെന്തൊരു മാനസിക വൈകല്യം കൊണ്ട് സംഭവിച്ചു പോകുന്ന ചില കാര്യങ്ങൾ. ഇവർക്ക് പ്രൊമോഷൻ കിട്ടി ഇവർ ഉയർന്നു പോകുന്നതിനോടുകൂടി ഉള്ളൊരു എതിർപ്പ്, ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് അവർ ഈ പണിയെല്ലാം ചെയ്തിരിക്കുന്നത്. ആദ്യമൊക്കെ അവർ സമ്മതിച്ചില്ലെങ്കിലും ലക്ഷണങ്ങളും കാര്യങ്ങളും പേരുൾപ്പെടെ പറഞ്ഞപ്പോഴാണ് അവർക്ക് കാര്യങ്ങൾ സത്യമാണെന്ന് ബോധ്യമായത്. എന്തായാലും പരിഹാരങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അവരതനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ വ്യത്യാസങ്ങളുണ്ടായിക്കൊള്ളും. ഞാൻ ഇത് പറയാൻ കാരണം, നമ്മളൊരു സുഹൃത്തിനെ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ഒരു കാലത്തും അവരുടെ മനസ്സിൽ എന്താണോ ഉള്ളതെന്ന് പറയാൻ പറ്റില്ല. കഴിയുന്നതും എല്ലാ കാര്യങ്ങളും എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക. പ്രത്യേകിച്ച് നമ്മൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം മാത്രം പറയാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള സ്വഭാവക്കാരൊക്കെ വളരെ ചുരുക്കമാണ്. കാരണം എന്ത് ചെയ്യുന്നതാണെങ്കിലും ആദ്യം എല്ലാവരുമായിട്ട് ഞാൻ കാറ് വാങ്ങിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഞാൻ വീട് വയ്ക്കാൻ പോകുന്നു, അല്ലെങ്കിൽ എനിക്കിപ്പം 2 മാസം കൂടെ കഴിഞ്ഞ് എനിക്ക് പ്രൊമോഷനാണ്, എനിക്ക് ഇത്രയും ശമ്പളം കൂടുതൽ കിട്ടും എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ചും. ഇപ്പം വാട്സപ്പും എല്ലാത്തിലും സ്റ്റാറ്റസ് ഇടുക എന്ന് പറയുന്നതിൽ വലിയൊരു സംഗതിയാണല്ലോ. ഇപ്പം വരുന്നതിന് മുമ്പ് തന്നെ വന്നതിന് ശേഷമൊക്കെ അതിലൂടെയാണല്ലോ എല്ലാവരും. പക്ഷെ ഇതൊക്കെ കണ്ടിഷ്ടപ്പെടുന്ന ആളുകൾ എത്രത്തോളം ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വളരെ കുറച്ച് ആളുകളെ കാണും. ബാക്കി എല്ലാവരുടെ മനസ്സുകൊണ്ട് ഒരു വേദന, ഒരു തേങ്ങൽ എവിടേക്കോ വീണ് കിടക്കും. അത് മതി. ശത്രുദോഷം എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് അത് വന്ന് പെടാനായിട്ട് അത് മാത്രം മതി. എല്ലാവരും
എല്ലാവരും ശ്രദ്ധിക്കുക. നല്ല സുഹൃത്തുക്കളെ എന്നും ചേർത്ത് നിർത്തുക, അല്ലാത്തവരെ ഒഴിവാക്കി തന്നെ നിർത്തുക. എല്ലാവർക്കും നല്ലതായിട്ട്. നമസ്കാരം.